നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ സംഘർഷം അതിരൂക്ഷമാകുന്നു. പാകിസ്ഥാനെ സ്വന്തം രാജ്യത്തിനകത്ത് തന്നെ ഒരു ഭീഷണിയാണ് BLA ആർമി. പാകിസ്ഥാൻ നിരന്തരം ഇന്ത്യക്കെതിരെയും പാകിസ്ഥാനെ എതിരെ നിൽക്കുന്നവർക്കെതിരെയും പലതരത്തിലുള്ള ഭീഷണികൾ മുഴക്കുമ്പോൾ സ്വന്തം രാജ്യത്തിനുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കണ്ടെത്താനോ പാകിസ്ഥാനെ കൊണ്ട് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതിലൊന്നാണ് BLA. പാകിസ്ഥാൻ ആർമിക്കെതിരെ നിരന്തരം BLA ചെറുതും വലുതുമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുകയാണ്. ഗ്വദാർ മുതൽ പാസ്നി വരെയും പാകിസ്ഥാൻ മുതൽ ഇറാൻ അതിർത്തി വരെയും ലക്ഷ്യമിട്ട് ബലൂചിസ്ഥാനിലുടനീളം BLA നിരവധി ഏകോപിത ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ബലൂചിസ്ഥാനിൽ ഓപ്പറേഷൻ ഹെറോഫ് 2 എന്ന പേരിൽ, ഹെറോഫ് എന്ന് വെച്ചാൽ കൊടുങ്കാറ്റ് എന്നാണ് അർത്ഥം, ഹെറോഫ് 2 എന്ന പേരിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തിയതായി ബലൂച്ച് ലിബറേഷൻ ആർമി ഇപ്പോൾ സ്ഥിരീകരിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. ഇവർ പ്രധാനമായി ലക്ഷ്യമിട്ടത് പാകിസ്ഥാൻ ആർമി, ഫ്രോണ്ടിയർ കോർപ്സ്, പോലീസ്, ഇന്റലിജൻസ് ഏജൻസികൾ എന്നിവയിൽ നിന്നുള്ള ഏകദേശം 362-ലധികം ഉദ്യോഗസ്ഥർ ഏറ്റുമുട്ടലുകളിലും പതിയിരുന്നുള്ള ആക്രമണങ്ങളിലും മറ്റ് ഓപ്പറേഷനുകളിലും കൊല്ലപ്പെട്ടതായും സംഘടന വ്യക്തമാക്കിയിരിക്കുകയാണ്. ജനുവരി 31 പുലർച്ചെ 5 മണിക്ക് ആരംഭിച്ച് ഫെബ്രുവരി 6 വൈകുന്നേരം 4 മണിക്ക് അവസാനിച്ച 6 ദിവസത്തെ ഓപ്പറേഷനിൽ 14 നഗരങ്ങളിലായി 76-ലധികം ആക്രമണങ്ങൾ അവരുടെ പോരാളികൾ നടത്തിയതായി ഇപ്പോൾ BLA സംഘടന പറയുന്നു. ഈ ആക്രമണങ്ങളിൽ പലതും ഒരേ സമയം ഏകോപിപ്പിച്ച രീതിയിലാണ് നടത്തിയതെന്നും BLAയുടെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. മജീദ് ബ്രിഗേഡ്, ഫത്തേഹ് സ്ക്വാഡ്, സ്പെഷ്യൽ ടാക്ടിക്കൽ ഓപ്പറേഷൻസ് സ്ക്വാഡ്, ഇന്റലിജൻസ് വിംഗ് സിറാബ്, മീഡിയ വിംഗ് ഹക്കൽ എന്നീ പ്രധാന യൂണിറ്റുകൾ ഓപ്പറേഷനിൽ പങ്കെടുത്തതായി BLA അറിയിച്ചു. മജീദ് ബ്രിഗേഡിലെ 50 ഫിദായിൻ ഉൾപ്പെടെ 93 പോരാളികൾ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടതായും സംഘടന അവകാശപ്പെടുന്നു. അതേസമയം ഈ കാലയളവിൽ സുരക്ഷാ സേന 200-ലധികം തീവ്രവാദികളെ കൊന്നതായി പാകിസ്ഥാൻ സർക്കാരും വാദിക്കുന്നു. തങ്ങളുടെ പോരാളികൾ 17 സുരക്ഷാ ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുത്തതായും അവരിൽ 10 പേരെ മുന്നറിയിപ്പോടെ വിട്ടയച്ചതായും 7 പേരെ ഇപ്പോഴും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നും BLA അവകാശപ്പെട്ടു. യുദ്ധക്കുറ്റങ്ങൾ ആരോപിച്ച് ഇവർക്കെതിരെ കേസെടുക്കുമെന്നും സംഘം അറിയിച്ചു. അതേസമയം ഓപ്പറേഷനിൽ സൈനിക താവളങ്ങൾ, ചെക്ക് പോസ്റ്റുകൾ, പോലീസ് സ്റ്റേഷനുകൾ, മറ്റ് സംഘടനകൾ എന്നിവയ്ക്കും കേടുപാടുകൾ സംഭവിച്ചുവെന്നും ആയുധങ്ങളും ഉപകരണങ്ങളും പിടിച്ചെടുത്തുവെന്നും അവർ അവകാശപ്പെട്ടു. ബലൂചിസ്ഥാനിലെ സംഘർഷത്തെക്കുറിച്ച് വ്യത്യസ്ത കണക്കുകൾ പുറത്തുവരുമ്പോൾ നിലവിലെ പോരാട്ടം യുദ്ധക്കളത്തിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്ന് സമ്മതിക്കേണ്ടി വരും. വൻതോതിലുള്ളതും സംഘടിതവുമായ ആക്രമണങ്ങളുടെ ആഘാതം പാകിസ്ഥാനിലും ആഗോളതലത്തിലും അലയടിക്കുന്നുണ്ട്. ഇത് സർക്കാർ ഉദ്യോഗസ്ഥർ, സുരക്ഷാ സേനകൾ, ചൈന പോലുള്ള വിദേശ നിക്ഷേപകർ എന്നിവർക്കിടയിലും ഭയത്തിൻ്റെയും അനിശ്ചിതത്വത്തിൻ്റെയും അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഇത് സ്ഥിതി കൂടുതൽ വഷളാക്കുന്നു. തുടർച്ചയായി അക്രമവും അരക്ഷിതാവസ്ഥയും വിദേശ നിക്ഷേപകരെയും അപകട സാധ്യതയുള്ള മേഖലകളിൽ നിക്ഷേപിക്കാൻ മടിക്കുന്നു. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ സുരക്ഷാ സേനയ്ക്ക് ബലൂചിസ്ഥാനെ സംരക്ഷിക്കാൻ പൂർണ്ണമായും കഴിവില്ലെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വജ ആസിഫ് പാർലമെന്റിലും സമ്മതിച്ചിരുന്നു. ബലൂചിസ്ഥാന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഇതിനൊരു ഒഴിവുകഴിവായിട്ടാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. പാകിസ്ഥാൻ സൈന്യത്തിന് പോലും ഇല്ലാത്ത ആയുധങ്ങൾ ബലൂച്ച് കലാപകാരികൾ ഉപയോഗിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ ബലൂച്ച് കലാപകാരിക്കും $20,000 വില വരുന്ന സൈനിക ഉപകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പാകിസ്ഥാൻ നിയമസഭാ അംഗങ്ങളോട് പറഞ്ഞു. ഈ ബലൂച്ച് കലാപകാരികൾക്ക് ഇന്ത്യയിൽ നിന്ന് സഹായം ലഭിക്കുന്നുണ്ടെന്നും പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ട്. ഇതിനു പുറമെ പാകിസ്ഥാൻ BLAയെ ഫിറ്റ്ന അൽ ഹിന്ദുസ്ഥാൻ എന്ന് മുദ്ര കുത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ സ്വാധീനത്തിലും പ്രേരണയിലും BLA ഖുറാന്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്നാണ് അറബിയിൽ ഈ പദത്തിന്റെ അർത്ഥം. ഫിറ്റ്ന ഇസ്ലാമിൽ ഒരു പാപമാണ്. കാരണം നീതിമാനായ ഒരു ഭരണാധികാരിക്കെതിരെ കലാപം മതം അനുവദിക്കുന്നില്ല. പാകിസ്ഥാന്റെ ആർമി ചീഫ് ഫീൽഡ് മാർഷൽ അസീം മുനീർ പാകിസ്ഥാനിലെ കലാപകാരികളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഇസ്ലാമിക വിരുദ്ധമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാനും അവർക്കെതിരെ മതപരമായ കാർഡ് കളിക്കാനും ശ്രമിക്കുന്നെന്നും വിദഗ്ധർ പറയുന്നു. വിദേശ മതശക്തികളെ ഇന്ത്യക്കെതിരെ പ്രേരിപ്പിക്കാനും മുനീർ ഇസ്ലാം ഉപയോഗിക്കുന്നു എന്നാണ് വിലയിരുത്തുന്നത്.
ജനുവരി 31 ആരംഭിച്ച ബലൂച്ച് വിമതരുടെ ആക്രമണങ്ങൾക്ക് പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയാണ് കുറ്റപ്പെടുത്തുന്നത്. പാകിസ്ഥാൻ സൈന്യവും ISI രഹസ്യാന്വേഷണ ഏജൻസിയും ഇന്ത്യക്കെതിരെ വീണ്ടും തീവ്രവാദ പ്രവർത്തനങ്ങൾ ആരംഭിച്ചേക്കുമെന്നും ആശങ്കയുണ്ട്. അതേസമയം തന്നെ BLA കടുത്ത ഭീഷണിയാണ് പാകിസ്ഥാനെതിരെ നിരന്തരം മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇതിനോടകം നിരവധി നൂറുകണക്കിന് പാകിസ്ഥാൻ പട്ടാളത്തെയും അതുപോലെ തന്നെ പാകിസ്ഥാൻ പോലീസ് ഇന്റലിജൻസ് സംവിധാനങ്ങളെയും ആക്രമിച്ച് നിരവധി പേരെ കൊലപ്പെടുത്തിയതായും BLA ഇപ്പോൾ അവകാശപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു BLAയുടെ പെൺ ചാവേറുകളെ കുറിച്ചുള്ള വാർത്ത. അതായത് BLAയുടെ മുൻനിര പോരാളി നിരയിലേക്ക് സ്ത്രീകളും അതും വളരെ ചെറുപ്പം യുവതികൾ കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ആ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ആ പുറത്തു വന്നിട്ടുള്ള ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. വെറും 21ഉം 24ഉം വയസ്സ് മാത്രം പ്രായമുള്ള യുവതികളാണ് ഈ BLAയുടെ ചാവേറുകളായിട്ട് രംഗത്ത് വരുന്നത്. ഇത്തരത്തിൽ സ്ത്രീകളെ ചാവേറുകളായി ഉപയോഗിക്കുന്നത് വളരെ അപൂർവമാണ്. പക്ഷേ ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് BLAയുടെ മുൻനിര പോരാളികളുടെ നിരയിലേക്ക് സ്ത്രീകളും അല്പം പോലും ഭയമില്ലാതെ കയറി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതും പാകിസ്ഥാനെ ഭയത്തിൽ ആഴ്ത്തുന്നുണ്ട്. കാരണം വളരെ വിദ്യാഭ്യാസമുള്ള ടീച്ചറും അതുപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മറ്റുള്ള വിദ്യാർത്ഥികളൊക്കെ തന്നെയാണ് ഇപ്പോൾ BLAക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം BLA സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പാകിസ്ഥാനെ നശിപ്പിക്കാനായിട്ട് ഈ പട്ടാളത്തോടൊപ്പം ചേർന്ന് അല്ലെങ്കിൽ BLA ആർമിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് രംഗത്തേക്ക് ഇറങ്ങി വരുന്നത്. തീർച്ചയായിട്ടും അവരുടെ ഈ ഒരു ചാവേർ ആക്രമണം കഴിഞ്ഞതിന് ശേഷമാണ് ഇവരുടെ ദൃശ്യങ്ങളും അല്ലെങ്കിൽ അവരുടെ വിശദാംശങ്ങളും പുറത്തു വരുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇത് പാകിസ്ഥാനെ ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുകയാണ്. സ്വന്തം രാജ്യത്ത് നടക്കുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കാതെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാൻ അതിനുവേണ്ടി ലക്ഷങ്ങളോ കോടികളോ മുടക്കാനായിട്ട് യാതൊരു മടിയുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കറാച്ചിയിലും ചെറുതും വലുതുമായിട്ടുള്ള സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ ഭയത്തിലാക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ അജ്ഞാതരുടെ വിളയാട്ടമാണ് എന്നുള്ള ഭയമാണ് പാകിസ്ഥാനെ പലപ്പോഴായിട്ട് ഭയപ്പെടുത്തുന്നത്. അതേസമയം തന്നെ അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാനുള്ള തന്ത്രപ്പാടിലാണ് പാകിസ്ഥാൻ. രാജ്യം പട്ടിണിയിലാണെങ്കിലും അല്ലെങ്കിൽ രാജ്യത്ത് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനില്ലെങ്കിലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ പാകിസ്ഥാൻ ശക്തമാക്കുകയാണ്. അതൊക്കെ കൊണ്ടുവന്ന് ഇന്ത്യയെ അത് കാണിച്ച് വിരട്ടാമെന്നാണ് പാകിസ്ഥാൻ്റെ വിചാരം. പക്ഷേ ഒരു തരത്തിലും അത് നടക്കില്ല. കൃത്യമായിട്ട് ഇന്ത്യ അങ്ങോട്ട് ഒരു പ്രകോപനപരമായിട്ടുള്ള ഒരു നീക്കത്തിനും ഇന്ത്യ ഒരിക്കലും ഒരു മുൻകൈ എടുക്കാറില്ല. പക്ഷേ ഇങ്ങോട്ട് ഏതെങ്കിലും തരത്തിൽ അതിപ്പോൾ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ പ്രവർത്തികൾ കൊണ്ടോ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയെ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ തിരിച്ച് കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിട്ടുള്ള ചരിത്രം മാത്രമേ ഉള്ളൂ. അത് തന്നെ ഇനിയും ആവർത്തിക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല.